സ്വാതി ശർമ്മജി, നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്ന മാവേലിക്കരയിൽ നിന്നാണ്. മായ പ്രദീപാണ് കത്ത് അയച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് മകന് വേണ്ടിയിട്ടാണ് കത്തയക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ +2 ആണ്. 10ാം ക്ലാസ് വരെ വളരെ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഒട്ടും പഠനത്തിലൊരു താല്പര്യമില്ല. മകന്റെ ഭാവിയെക്കുറിച്ച് അറിയണം. പഠനം നന്നായി നടക്കാൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. പഠനം നന്നായി നടക്കാൻ ചിത്തിര നക്ഷത്രമാണ്. പൊതുവെ ചിത്തിരയ്ക്ക് ഒരാക്ഷേപമുണ്ട്. ചിത്തിര അപ്പൻ, അപ്പനെ മാന്തും, അത്തഹ മാന്തും, അക്കുലം ഇടിയും എന്ന് പറഞ്ഞാൽ മിഥുനം കർക്കിടക മാസത്തിൽ മഴ പെയ്യും എന്ന് പറഞ്ഞ പോലെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ സത്യമാണ്. ആ നക്ഷത്രക്കാരെ ജനിച്ച വീട് ഒന്നുമല്ലേ പൊളിച്ചു നിന്നാകും, അല്ലെങ്കിൽ അവിടെ മാറി വേറെ വസ്തുവും വീടും ഉണ്ടാവും. അപ്പം അത്തഹ മാന്തിയോ, അപ്പനെ മാന്തും എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അഭിപ്രായവും അപ്പനുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുന്ന ഏക നക്ഷത്രം ചിത്തിരയാണ്. അച്ഛനുമായി സമാഗമം ജീവിക്കാൻ വയ്യാതെ വരികയോ, സ്വഭാവത്തിൽ ഏകീകരണം വരാതെ വരികയോ, പെരുമാറ്റത്തിൽ വൈധൃതം ഉണ്ടാകുകയോ, യോജിപ്പ് കുറയുകയോ, അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമേറി ഭാവിയിലുണ്ടാവുകയോ ചെയ്യുമ്പോൾ അച്ഛനെ കൊല്ലുക എന്ന് പറയുന്നു. ചിലപ്പോൾ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നതും വരാം. ഇവയെല്ലാത്തിൻ്റെയും കൂടെ ആകത്തുകയാണ് അച്ഛനെ മാന്തും, അത്തഹ മാന്തും, അപ്പനെ മാന്തും എന്ന് പറയും. അതിൻ്റെ കൂടെ കറുത്ത പക്ഷത്താണ് ജനിക്കുന്നത്. വെളുത്ത പക്ഷത്തിൽ ആണെങ്കിൽ 15 ദിവസമുണ്ട് വെളുത്ത പക്ഷം. ആ പക്ഷത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളുടെ പകുതി ഫലമേ അനുഭവിക്കുള്ളൂ. കറുത്ത പക്ഷം ആവുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ 1/4 ഫലം അനുഭവിക്കും. അങ്ങനെ കറുത്ത പക്ഷത്തിങ്കിലെ കന്യരാശിയിലെ ചിത്തിരയാണ്. ആ രാശിയുടെ അധിപൻ ബുധഗ്രഹമാണ്. കന്യരാശിക്കും മിഥുനരാശിക്കും അധിപനായി അതിൻ്റെ ഓടമസ്ഥൻ ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. ഈ ഗ്രഹമാവട്ടെ സൂര്യഗ്രഹണമായ സഞ്ചാരപഥത്തിങ്കിൽ 13 ഡിഗ്രിയിൽ ഡൗണായി മൗഢ്യമായി നിൽക്കുകയുമാണ്. അപ്പം 3-4 തരത്തിലുള്ള കുഴപ്പം. ഒന്ന് ചിത്തിര, ഒന്ന് കന്യരാശി, ഒന്ന് കറുത്തപക്ഷം, ഒന്ന് അധിപൻ, അതായത് ലഗ്നാധിപനും കർമാധിപനും വിദ്യാ വിനോദ കൗശല കാരകൻ ആണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. ആ ഗ്രഹത്തിന് 3-4 സ്വഭാവമുണ്ട്. വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും അമ്മാവൻ്റെയും കൗശലത്തിൻ്റെയും വിനോദത്തിൻ്റെയും കാരകം മുൻപന്തി നിൽക്കുന്ന ഒരാളാണ് ബുധൻ എന്ന് പറയുന്ന ആ ചെറുഗ്രഹം. നല്ല വിജ്ഞാനിയൊക്കെയാണ്, പക്ഷേ ഡൗണായിപ്പോയാൽ എന്തു ചെയ്യും? അറിവുള്ള പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്, വിവരമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഡിഗ്രിയൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ വിവരമില്ലാതായിപ്പോയി. അതേസമയം ഡിഗ്രി ഒന്നുമില്ല, നല്ല വിവരമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും കൗശലത്തിൻ്റെയും അമ്മാവിൻ്റെയും കാരകൻ കറുത്തപക്ഷത്തിങ്കൽ കന്നിക്കൂറിൽ ചിത്രനക്ഷത്രമായിട്ട് ലഗ്നാധിപനും കർമാധിപനുമായി രൂപം കൊണ്ട് നിൽക്കുന്നതിനാൽ ഇത്തരക്കാരുടെ, അത് സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും, വിദ്യാഭ്യാസം, ഉപരിപഠനം, അത് കഴിഞ്ഞാൽ അവരുടെ ബാല്യം, കൗമാരം, യൗവനം, വിവാഹം, തൊഴിൽ, പ്രമോഷൻ, വീട് വെക്കുന്നത്, വണ്ടി വാങ്ങുന്നത്, സന്താനം ഉണ്ടാവുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരു ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റായ മർമ്മപ്രധാനമായ എല്ലാ സംഗതികളിലും രക്ഷിതാക്കളുടെയോ അധികൃതരുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെയോ ഒരു വലിയ പിൻബലം അല്ലെങ്കിൽ ഒത്താശ അല്ലെങ്കിൽ മേൽനോട്ടം ഉണ്ടായില്ലെങ്കിൽ പഠിപ്പും ഉപരിപഠനവും ഉദ്യോഗവും കല്യാണവും
സ്വച്ഛമേറിയ ജീവിതവും സമ്പാദ്യങ്ങളും ഒക്കെ കാലോചിതപരമായ കൗശലവും ജീവിക്കണമെങ്കിൽ ശുദ്ധഗതി മാത്രം പോരാ, കാലോചിത കൗശലങ്ങളും ഒക്കെ വേണം. അതാണ് കൗശല മാതാവ്, മാതുലൻ, കലാകാരൻ, വിനോദകാരകൻ ഒക്കെയായ ബുധൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ മൗഢ്യത്തിൽ നിൽക്കുന്ന ആളുകൾ, അത്തരം ജാതകസ്ഥർ, സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ഒന്നിനും ഒരു ഗൗരവമില്ല. ഒരു കളിതമാശ ജീവിതത്തിന്, പഠിത്തത്തിനാണേലും ജോലിക്കാണേലും കല്യാണത്തിനാണേലും എല്ലാം. അങ്ങനെ പോയാൽ ഒക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ല. നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെയും വൈറ്റമിൻസിൻ്റെയും മറ്റതിൽ ഏതെങ്കിലും ലവണങ്ങളുടെയൊക്കെ കുറവുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന്, എക്സസൈസ്, ഫുഡ് ഇതെല്ലാം കഴിക്കണം. എന്നാലേ ലെവൽ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ജാതക നിലയിൽ ഈ ബുധൻ്റെ മൗഢ്യത്തിന് ബുധൻ്റെ സ്തോത്രം ജപിക്കുക, ബുധനാഴ്ച കൃഷ്ണനെയോ രാമനെയൊക്കെ ഭജിക്കുക, തുളസിമാലയൊക്കെ ചാർത്തുക, പച്ചപ്പട്ട് ഉടുക്കാനായിട്ട് കൊടുക്കുക, ഉടയാടയായിട്ട് എമറാൾഡ് മരതക മോതിരം സ്ഥിരമായി ധരിക്കുക, ബുധനാഴ്ച ദിവസം വിദ്വജ്ജനങ്ങളുമായി സമ്മേളിക്കുക, വിദ്വജ്ജനങ്ങളെ ആകാവുന്ന സഹായങ്ങൾ ചെയ്യുക, അതുപോലെ മാതുലന്മാരുമായി സഖ്യത്തിൽ നിൽക്കുക, പ്രതിവിധികളൊക്കെ ചെയ്ത് നല്ല നിലയിലേക്ക് വരിക.